അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ പോയോ? ഫുൾ നോമ്പ് തുറ തന്നെയാണ് അല്ലേ? ചില ആളുകളൊക്കെ ഫുൾ നോമ്പ് തുറയിലാണ്. ചില ആളുകൾ കാരണം നോമ്പ് തുറ ആകുമ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാകും. ഉമ്മാൻ്റെ വീട്ടിലും ഉപ്പയുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയോ നോമ്പ് തുറക്കാൻ? ബന്ധങ്ങൾ നമ്മൾ പുതുക്കണം അല്ലേ? എപ്പോഴും ബന്ധങ്ങൾ നനച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകണം. നോമ്പ് തുറക്കാൻ മാത്രമല്ല, അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പോകണം. നോമ്പ് തുറപ്പിച്ചാൽ പ്രതിഫലമുണ്ട്. നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചോ? നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം അത് നമുക്ക് വേണ്ടേ? ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. നോമ്പിൻ്റെത് നമുക്ക് കിട്ടും. അതുപോലെ ഒരു പുണ്യം ലഭിക്കുന്ന വിഷയമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഉൻ. ആ നോമ്പ് നോറ്റ അതേ പ്രതിഫലം, അയാളുടെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കും ലഭിക്കും. എന്നാൽ നോമ്പുകാരൻ്റെ പ്രതിഫലം കുറയോ? നമുക്ക് പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് നോമ്പ് നോറ്റയാൾക്ക് പ്രതിഫലം കുറയോ? ഇല്ല, അവരുടെ പ്രതിഫലം കുറയുകയും ഇല്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മുടെ കൂട്ടുകാരുടെ നോമ്പിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ക്ഷണിക്കണം, നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ക്ഷണിക്കണം. പിന്നെ ഉസ്താദിനെ ക്ഷണിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങളെല്ലാവരും കൂടെ ക്ഷണിച്ചാൽ ഞാൻ ആകെ പ്രയാസപ്പെടും. എല്ലാവരുടെ വീട്ടിലും വരേണ്ടി വരും. നമുക്ക് ആകെ കുറഞ്ഞ നോമ്പുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഉസ്താദിനെ വിളിക്കുന്നതിൽ ഒരു ഇളവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഉസ്താദിനെ വിളിക്കേണ്ടതില്ല. നിങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ, അല്ലേ? നമ്മുടെ മദ്രസയിലൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, നമ്മുടെ സ്നേഹിതന്മാർ, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അല്ലേ? നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ടാണല്ലോ പഠിക്കുന്നത്. ആ കൂട്ടുകാരെയൊക്കെ ഒന്ന് ഉമ്മാക്കുപ്പാക്കും ആകില്ല എങ്കിൽ, ചിലപ്പോൾ സാമ്പത്തികമായി ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആകൂലല്ലോ സാമ്പത്തിക അവസ്ഥ. അപ്പോൾ ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഒരു കൂട്ടുകാരനെ നാളെ നോമ്പ് തുറപ്പിക്കാൻ വിളിച്ചാൽ പ്രയാസമാകുമോ എന്ന് ഉമ്മാനോട് ചോദിച്ച്, ഇല്ല പ്രയാസമാകില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് തുറപ്പിക്കാൻ ഒരു കൂട്ടുകാരനെ ക്ഷണിക്കുക. ഇന്നത്തെ ചോദ്യം, ഖബറിൽ ശിക്ഷയുണ്ട് അല്ലേ? നമുക്കറിയാലോ, ഖബർ ശിക്ഷയെ തടയുന്ന ഒരു സൂറത്തുണ്ട്. അഥവാ ആ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നമുക്ക് ഇളവ് ലഭിക്കും. ഖബർ ശിക്ഷയെ ആ സൂറത്ത് തടയും. ഏതാണ് ആ സൂറത്ത്? നമുക്കറിയാം, 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ഏതാണത്? ഫാത്തിഹയാണോ? സൂറത്തുൻ നാസാണോ? ആണോ? ഇഖ്ലാസ് അല്ല, ഫലഖ് അല്ല. അതൊക്കെ കുറച്ച് ആയത്തുകളേ ഉള്ളൂ അല്ലേ? ഒരു സൂറത്ത് 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തിൻ്റെ പ്രത്യേകതയാണത്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് പാരായണം ചെയ്യണം. നമുക്കറിയാം, വലിയ നേട്ടങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അങ്ങനെ ഒരുപാട് ഖൈറുകൾ നേടാൻ, ഒരുപാട് ഖൈറുകൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.